മക്കൾക്ക് അമൃതകണങ്ങൾ പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി മൃതസഞ്ജീവനി. മക്കൾ തൻ ദുഃഖമകറ്റാൻ വന്നല്ലോ പരമപിതാവ് പരമപവിത്രമാം സംഗമത്തിൽ. ജ്ഞാനരത്നങ്ങൾ ദിനവും ഒന്നൊന്നായി നൽകിടുന്ന ജ്ഞാനേശ്വരനായൻ പരമേശ്വര. ബാബാ നിൻ മുത്തുമൊഴികൾ മക്കൾക്ക് അമൃതകണങ്ങൾ പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി മൃതസഞ്ജീവനി. അജ്ഞത തൻ കൂരിരുട്ടിൽ വഴി കാണാതെ ഉഴലും നേരം. അജ്ഞത തൻ കൂരിരുട്ടിൽ വഴി കാണാതെ ഉഴലും നേരം. കൈപിടിച്ചു നടത്തിയ സദ്ഗുരുവേ, ദേഹമതല്ല ഞാനും ദേഹിയാണെന്ന സത്യം ബുദ്ധിയിൽ നിറച്ച എൻ സദ്ഗുരുവേ. ബാബാ നിൻ മുത്തുമൊഴികൾ മക്കൾക്ക് അമൃതകണങ്ങൾ പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി. ഇച്ഛയെല്ലാം അകറ്റി സ്വച്ഛ മനസ്സിനാലെ അച്ഛനെ സ്മരിച്ചാൽ നിശ്ചയം ജീവൻ മുക്തി. ഇച്ഛയെല്ലാം അകറ്റി സ്വച്ഛ മനസ്സിനാലെ അച്ഛനെ സ്മരിച്ചാൽ നിശ്ചയം ജീവൻ മുക്തി. സത്യമാം പരമധാമം ചേരുവാൻ നേരമായി സ്മരണ ചെയ്തിടണം നാം പരംപിതനെ. സ്മരണ ചെയ്തിടണം നാം പരംപിതനെ. ബാബാ നിൻ മുത്തുമൊഴികൾ മക്കൾക്ക് അമൃതകണങ്ങൾ
പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി, മൃതസഞ്ജീവനി. മക്കൾ തൻ ദുഃഖമകറ്റാൻ വന്നല്ലോ പരമപിതാവ്, പരമപവിത്രമാം സംഗമത്തിൽ, പരമപവിത്രമാം സംഗമത്തിൽ. ബാബാ നിൻ മുത്തുമൊഴികൾ മക്കൾക്ക് അമൃതകണങ്ങൾ, പുതുജീവൻ നൽകിടുന്ന മൃതസഞ്ജീവനി, മൃതസഞ്ജീവനി.
ആത്മാവുകൾക്കെല്ലാം അച്ഛനായി പരമോന്നതനായ പരമാത്മാവായി ശാന്തിധാമിൽ വാഴും സർവശക്ത നിന്നെ സ്മരിക്കുന്നു ജ്യോതിരൂപ നിന്നെ സ്മരിക്കുന്നു ജ്യോതിരൂപ ആത്മാവുകൾക്കെല്ലാം അച്ഛനായി പരമോന്നതനായ പരമാത്മാവായി ശാന്തിധാമിൽ വാഴും സർവശക്ത നിന്നെ സ്മരിക്കുന്നു ജ്യോതിരൂപ നിന്നെ സ്മരിക്കുന്നു ജ്യോതിരൂപ ദേഹാഭിമാനമാം രോഗമകറ്റിട്ട് ദേഹി അഭിമാനിയാക്കിയിടുവാൻ ദേഹാഭിമാനമാം രോഗമകറ്റിട്ട് ദേഹി അഭിമാനിയാക്കിയിടുവാൻ ജ്ഞാനാമൃതമാം മരുന്നു നൽകിയിടും വൈദ്യനാഥനായി വന്നു സംഗമേശ വൈദ്യനാഥനായി വന്നു സംഗമേശ ആത്മാവുകൾക്കെല്ലാം അച്ഛനായി പരമോന്നതനായ പരമാത്മാവായി ശാന്തിധാമിൽ വാഴും സർവശക്ത നിന്നെ സ്മരിക്കുന്നു ജ്യോതിരൂപ നിന്നെ സ്മരിക്കുന്നു ജ്യോതിരൂപ ദുർവികാരങ്ങളായുള്ളൊരു രോഗങ്ങൾ ഒന്നും എനിക്കു വരാതിരിക്കാൻ അച്ഛൻ്റെ ഓർമ്മയാകുന്നൊരു ഇഞ്ചക്ഷൻ ആത്മാവിൽ നൽകുന്നു വൈദ്യനാഥൻ ആത്മാവിൽ നൽകുന്നു വൈദ്യനാഥൻ ആത്മാവുകൾക്കെല്ലാം അച്ഛനായി പരമോന്നതനായ പരമാത്മാവായി ശാന്തിധാമിൽ വാഴും സർവശക്ത നിന്നെ സ്മരിക്കുന്നു ജ്യോതിരൂപ നിന്നെ സ്മരിക്കുന്നു ജ്യോതിരൂപ ശാരീരികമായ രോഗങ്ങളും എല്ലാ മാനസികമായ രോഗങ്ങളും ശാരീരികമായ രോഗങ്ങളും എല്ലാ മാനസികമായ രോഗങ്ങളും സർവരോഗങ്ങളും മാറ്റുവാനായി സുപ്രീം സർജനായി സർവേശ്വരൻ സുപ്രീം സർജനായി സർവേശ്വരൻ ആത്മാ
നാവുകൾക്കെല്ലാം അച്ഛനായി പരമോന്നതനായ പരമാത്മാവാ ശാന്തിധാമിൽ വാഴും സർവശക്ത നിന്നെ സ്മരിക്കുന്നു ജ്യോതിരൂപ നിന്നെ സ്മരിക്കുന്നു ജ്യോതിരൂപ. ഓം ശാന്തി. കുറച്ച് സമയത്തേക്ക് മനസ്സിനെ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ഒഴിവാക്കി ബുദ്ധിയുടെ ലൈൻ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കുക. ഭൃഗുടിയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനെ മാത്രം കാണുക. ഞാൻ അതിസൂക്ഷ്മമായ ദിവ്യമായ ഒരു പ്രകാശ ബിന്ദുവാകുന്നു. ദിവ്യദൃഷ്ടിയിലൂടെ തൻ്റെ ദിവ്യ സ്വരൂപത്തെ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ കാണുകയാണ്. ഞാൻ ആത്മജ്യോതിയാകുന്നു. തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രം. A shining star in the middle of my forehead. ഞാൻ ഈ ദേഹത്തിൽ നിന്നും പൂർണ്ണമായും ഭിന്നമാണ്. ഈ ദേഹത്തിൻ്റെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളുടെയും അധികാരിയാണ്. എൻ്റെ സൂക്ഷ്മ ശക്തികളായ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംസ്കാരത്തിൻ്റെയും മാലിക്കാണ്. ഈ ശരീരരൂപി മന്ദിരത്തിൽ ഞാൻ ആത്മജ്യോതി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദിവ്യതയുടെ പ്രകാശം എന്നിൽ നിന്നും നാലു ഭാഗത്തും വ്യാപിക്കുന്നു. ദിവ്യപ്രകാശത്തിൻ്റെ സുന്ദരമായ ഒരു ആഭാമണ്ഡലം ഞാൻ അനുഭവം ചെയ്യുകയാണ്. ഭഗവാന്റെ ദൃഷ്ടിയിൽ വന്നിരിക്കുന്ന ഞാൻ ആത്മ എത്ര ഭാഗ്യവാനാണ്. ഭാഗ്യവിധാതാവ് എൻ്റെ ഭാഗ്യ നക്ഷത്രത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കോടി കോടി ആത്മാക്കളിൽ ഭാഗ്യവിധാതായ ഭഗവാൻ എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയുടെ മഹാൻ കാര്യത്തിന് സഹയോഗിയാകാൻ വേണ്ടി സ്വയം ഭഗവാൻ എൻ്റെ ഭാഗ്യത്തിൻ്റെ ഗീതം ദിവസവും പാടിക്കൊണ്ടിരിക്കുന്നു. വാ മേരെ ഭാഗ്യവാൻ ബच्चे വാ. എൻ്റെ പൂർണ്ണ ശ്രദ്ധ എൻ്റെ മനസ്സും ബുദ്ധിയും ആത്മീക സ്വരൂപത്തിൽ ഏകാഗ്രമാകുകയാണ്. ഞാൻ എൻ്റെ മസ്തിഷ്കത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്ര സ്വരൂപത്തെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ എനിക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഞാൻ ആത്മാ സ്വരാജ്യ അധികാരിയാണ്. സ്ഥൂലവും സൂക്ഷ്മവുമായ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ഞാൻ ആത്മാവിൻ്റെ ഓർഡർ മാനിച്ച് പ്രവർത്തിക്കുന്നു. സാവധാനം
എൻ്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഫലത്തിലൂടെ ഞാൻ ഈ ശരീരത്തിൽ നിന്നും ഡിറ്റാച്ച് ആകുകയാണ്. ഞാൻ പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സാകാരി ലോകത്തിൽ നിന്നും ദൂരെ സൂര്യനും ചന്ദ്രനും താരാഗണങ്ങൾക്കും ഉപരിയായി ഞാൻ ഒരു റോക്കറ്റിനേക്കാൾ വേഗതയിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു പ്രകാശം നിറഞ്ഞ ലോകത്ത് നാലു ഭാഗത്തും സുവർണ ചുവപ്പ് നിറഞ്ഞ പ്രകാശത്തിൻ്റെ ലോകത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വീട്. മൈ ഒറിജിനൽ സ്വീറ്റ് സൈലൻസ് ഹോം. ഇവിടെ എന്നെ പോലെ തന്നെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന തേജോമയനായ ഒരു ജ്യോതിർബിന്ദു സ്വരൂപത്തെ ഞാൻ കാണുകയാണ്. ആത്മാക്കളുടെ പിതാവായ പരമപിത പരമാത്മാവിനെ ഞാൻ ദർശിക്കുകയാണ്. ഞാൻ ആത്മജ്യോതിയും പരമാത്മ മഹാജ്യോതിയും തമ്മിലുള്ള മഹാമിലനം. രണ്ട് ലൈറ്റ് ഹൗസുകൾ പോലെ പ്രകാശ കിരണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പരമജ്യോതിയിൽ നിന്നും ദിവ്യഗുണങ്ങളുടെ കിരണങ്ങൾ എന്നിലേക്ക് വർഷിക്കുകയാണ്. ഞാൻ എൻ്റെ അനാദി സദോഗുണങ്ങളുടെ സമ്പന്നത അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ചുറ്റും
പവിത്രതയുടെ ദിവ്യപ്രകാശം. ആ ദിവ്യ രശ്മികൾ നാലു ഭാഗത്തും വ്യാപിക്കുകയാണ്. ഞാൻ ആത്മാ ഇപ്പോൾ എൻ്റെ നിജസ്വരൂപമായ ശാന്തസ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ എന്നിൽ നിന്നും നാലു ഭാഗത്തേക്കും വ്യാപിക്കുന്നു. സർവശക്തിവാനായ ബാബയുടെ സന്താനമായ ഞാൻ സർവശക്തികൾ കൊണ്ട് സമ്പന്നമാകുകയാണ്. ഞാൻ ശക്തി സ്വരൂപമാകുന്നു. ശിവശക്തി സ്വരൂപത്തിൽ നിന്നും ശക്തികളുടെ കിരണങ്ങൾ നാലു ഭാഗത്തേക്കും വ്യാപിക്കുന്നു. സ്നേഹത്തിൻ്റെ സാഗരനായ എൻ്റെ പ്രിയ ബാബയിൽ നിന്നും സ്നേഹത്തിൻ്റെ പ്രകമ്പനങ്ങൾ ഞാൻ ആത്മാവിൽ സമാവേശമാകുന്നു. ഞാൻ സ്നേഹത്തിൻ്റെ സ്വരൂപമായി മാറുകയാണ്. എന്നിൽ നിന്നും ആത്മീയ സ്നേഹത്തിൻ്റെ സുഗന്ധം നാലു ഭാഗത്തും വ്യാപിക്കുന്നു. എൻ്റെ പിതാ പരമാത്മാ ജ്ഞാനസാഗരനാണ്. മുഴുവൻ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം എനിക്ക് പ്രദാനം ചെയ്തു. ഞാൻ ആത്മാ ത്രികാലദർശിയായിരിക്കുന്നു. സത്യം ശിവം സുന്ദരനായ എൻ്റെ പ്രിയ ബാബ ആനന്ദത്തിൻ്റെ സാഗരനാണ്. ആ സാഗരത്തിൽ ലയിച്ച് ഞാൻ പരമാത്മ ആനന്ദത്തിൻ്റെ പരമാനന്ദത്തിൻ്റെ അനുഭവം ചെയ്യുകയാണ്. ഞാൻ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഒരു സുഖസ്വരൂപി ആത്മാവായി മാറിയിരിക്കുകയാണ്. സർവഗുണങ്ങളാൽ സമ്പന്നമായ ഞാൻ ആത്മാവ് ബീജരൂപസ്ഥിതിയിൽ പരമാത്മ ബീജത്തിൻ്റെ സമാനമായി മാറിയിരിക്കുന്നു. ഒരു കമ്പൈൻഡ് സ്ഥിതിയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. യാതൊരു ഭാരവുമില്ല, ബന്ധനവുമില്ല. തികച്ചും ലൈറ്റ് സ്റ്റേജ്. ഈ ദിവ്യതയുടെ അലൗകികമായ ലഹരിയോടുകൂടി ബാബയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പരമധാമത്തിൽ നിന്നും താഴേക്ക് വരികയാണ്. ഇപ്പോൾ ഞാൻ സൂക്ഷ്മവതനത്തിൽ എത്തിയിരിക്കുന്നു. എത്ര സുന്ദരമായ ഫരിസ്തകളുടെ ലോകമാണിത്. ചുറ്റും വെളുത്ത ദിവ്യപ്രകാശം മാത്രം. ഇവിടെ ഞാൻ ജ്യോതി ബിന്ദു ആത്മ ഫരിസ്ത ഡ്രസ് ധരിച്ചിരിക്കുന്നു. വളരെ ലൈറ്റായ പ്രകാശത്തിൻ്റെ ഡ്രസ്. ഫരിസ്തകളുടെ രാജാവായ എൻ്റെ പ്രിയ ബ്രഹ്മ ബാബ തൻ്റെ ദിവ്യ ഫരിസ്ത സ്വരൂപത്തിൽ എൻ്റെ മുന്നിൽ ഞാൻ കാണുകയാണ്. അതിമധുരമായ ശിവബാബ അവരുടെ ഭൃകുടിയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാപ്പ് ദാദായുടെ സ്നേഹം നിറഞ്ഞ ദൃഷ്ടി എന്നിലേക്ക് പതിയുന്നു. ഈ ശബ്ദം എന്നിൽ വരികയാണ്, ടച്ചാവുകയാണ്. ആവോ ബച്ചേ ആവോ. ഇരു കൈകളും നീട്ടി ബാബ എന്നെ സ്വീകരിക്കുന്നു. ഞാൻ ഫരിസ്ത ആ സ്നേഹസാഗരന്റെ കൈകളിൽ സമാവേശമാകുന്നു. ബാപ്പ് ദാദയുടെ
ഹസ്തങ്ങളാകുന്ന സ്നേഹത്തിൻ്റെ ഊഞ്ഞാലിൽ ഞാൻ ആടിക്കൊണ്ടിരിക്കുകയാണ്. പരമാനന്ദത്തിൻ്റെ അനുഭൂതി ചെയ്യുന്നു. ബാപ്ദാദ എനിക്ക് തിലകം ചാർത്തിക്കൊണ്ട് വരദാനം നൽകി. കുട്ടി, വിജയീ ഭവ, നിർവിഘ്ന ഭവ, സഫലതാ മൂർത്ത് ഭവ. ഇപ്പോൾ ഞാൻ ആത്മാവും ബാപ്ദാദയും രണ്ട് ലൈറ്റ് ഹൗസുകൾ പോലെ ഗ്ലോബിന് മുകളിലെത്തിയിരിക്കുകയാണ്. സുഖത്തിൻ്റെയും ശാന്തിയുടെയും പവിത്രതയുടെയും പ്രകാശകിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലേക്കും വിതരണം ചെയ്യുകയാണ്. ബാപ്ദാദയിൽ നിന്നും ശക്തികൾ സ്വീകരിച്ച് ബാബയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഫരിസ്ത ഇപ്പോൾ സാകാരി ലോകത്തിലേക്ക് പറന്നു. ഈ സാകാരി ശരീരത്തിൽ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ രാജാധികാരത്തോടെ ഞാൻ പ്രകാശിക്കുകയാണ്. ഞാൻ ചൈതന്യ ആത്മാവിൽ നിന്നും ശക്തികളുടെ പല തരംഗങ്ങൾ വായുമണ്ഡലത്തിൽ നാലു ഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. വായുമണ്ഡലത്തെ ശക്തിശാലിയാക്കി മാറ്റുന്നു. അഞ്ചു തത്വങ്ങളെയും പാവനമാക്കി മാറ്റുന്നു. എന്നിൽ നിന്നും ഈ ശുഭഭാവന വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വത്തിലെ സർവ ആത്മാക്കൾക്കും അശാന്തിയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വേദനിക്കുന്ന ആത്മാക്കൾക്ക് സുഖവും ശാന്തിയും ലഭിക്കട്ടെ, രോഗമുക്തരാകട്ടെ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി.
എന്നിലൂടെ ഞാനാരെന്നറിയും ബോധത്തിലൂടെ. ഓർക്കുന്നു ഞാൻ നിന്നെ എന്നിലൂടെ ഞാനാരെന്നറിയും ബോധത്തിലൂടെ. നിന്നെയും ഞാനിന്നറിയുമ്പോൾ സുഖദുഃഖത്തിൻ യവനിക താഴ്ത്തി ഞാൻ. ഓർക്കുന്നു ഞാൻ നിന്നെ എന്നിലൂടെ ഞാനാരെന്നറിയും ബോധത്തിലൂടെ. ഓർക്കുന്നു ഞാൻ നിന്നെ എന്നിലൂടെ ഞാനാരെന്നറിയും ബോധത്തിലൂടെ. എന്നിലെ ഞാൻ ഇന്നുണർന്നു. എന്നിലെ ഞാൻ ഇന്നുണർന്നു. നിന്നിലെ ഭാവങ്ങളെന്നിലലിഞ്ഞു. എന്നിലെ ഞാൻ ഇന്നുണർന്നു. നിന്നിലെ ഭാവങ്ങളെന്നിലലിഞ്ഞു. എന്നിലെ ഞാനും എല്ലാമായ നീയും ഇന്നൊന്നായ പോലായിത്തീർന്നു. ഓർക്കുന്നു ഞാൻ നിന്നെ എന്നിലൂടെ ഞാനാരെന്നറിയും ബോധത്തിലൂടെ. നിൻ രൂപവും ഭാവവും ഞാൻ ഉൾക്കൊണ്ടു. നിൻ രൂപവും ഭാവവും ഞാൻ ഉൾക്കൊണ്ടു. നീ എന്നിലലിഞ്ഞാൽ ഒന്നുമല്ല ഞാനെന്നും രൂപവും ഭാവവും ഞാൻ ഉൾക്കൊണ്ടു. നീ എന്നിലലിഞ്ഞാലൊന്നുമല്ല ഞാനെന്നും നിന്നോർമ്മ എന്നുള്ളിലുണ്ടെങ്കിലോ വിശ്വത്തെ വെല്ലാനും നിമിഷം മാത്രം. ഓർക്കുന്നു ഞാൻ നിന്നെ എന്നിലൂടെ ഞാനാരെന്നറിയും ബോധത്തിലൂടെ. ഓർക്കുന്നു ഞാൻ നിന്നെ എന്നിലൂടെ ഞാനാരെന്നറിയും ബോധത്തിലൂടെ. നിന്നെയും ഞാനിന്നറിയുമ്പോൾ സുഖദുഃഖത്തിൻ യവനിക താഴ്ത്തി ഞാൻ. ഓർക്കുന്നു ഞാൻ നിന്നെ എന്നിലൂടെ ഞാനാരെന്നറിയും ബോധത്തിലൂടെ.
ജീവിതത്തിലൂടെ. Mm-hmm.
ജ്ഞാനരൂപനാം ഭഗവാനേ ജ്യോതിസ്വരൂപ ജഗദീശ്വര മംഗളരൂപനാം ഭഗവാനേ ജ്യോതിസ്വരൂപ ജഗദീശ്വര സർവസംബന്ധവും നിന്നോടു വയ്ക്കുന്നു സൃഷ്ടിചക്രത്തിൻ രചയിതാവേ സൃഷ്ടിചക്രത്തിൻ്റെ പാതിഭാഗം രാവണ രാജ്യമായി മാറിയിടുമ്പോൾ ലേഖരാജിൻ്റെ പതിത ശരീരത്തിൽ വന്നു നിജ്ഞാനാമൃതം കൊടുത്തു വന്നു നിജ്ഞാനാമൃതം കൊടുത്തു മംഗളരൂപനാം ഭഗവാനേ ജ്യോതിസ്വരൂപ ജഗദീശ്വര സൃഷ്ടിയെ പാവനമാക്കുവാനും ലോകപരിവർത്തനത്തിനുമായി സൃഷ്ടിയെ പാവനമാക്കുവാനും ലോകപരിവർത്തനത്തിനുമായി ലേഖരാജിനെ കുട്ടിയാക്കി ബ്രഹ്മാവെന്നുള്ളൊരു നാമമേകി ബ്രഹ്മാവെന്നുള്ളൊരു നാമമേകി ചിന്നിച്ചിതറി ചളിയിൽ കിടന്നൊരു ആത്മാക്കൾ ഞങ്ങളാം കുട്ടികളെ ബ്രഹ്മാവിലൂടെ നീ തേടിപ്പിടിച്ചിട്ട് ജ്ഞാനാമൃതത്താൽ പവിത്രമാക്കി ജ്ഞാനാമൃതത്താൽ പവിത്രമാക്കി സർവേശ്വരൻ ഞങ്ങൾക്കച്ഛനായി ബ്രഹ്മാബാബ ഞങ്ങൾക്കമ്മയായി സർവേശ്വരൻ ഞങ്ങൾക്കച്ഛനായി ബ്രഹ്മാബാബ ഞങ്ങൾക്കമ്മയായി ബ്രഹ്മാമുഖവംശം കുട്ടികളായി ഞങ്ങൾ ബ്രാഹ്മണ കുട്ടികളായി മാറി അച്ഛനിൽ നിന്നും പദവിയും സമ്പത്തും നേടുവാൻ അച്ഛൻ്റെ ഓർമ്മ നൽകി ദേവതാ സംസ്കാരം ഞങ്ങൾക്കു നൽകുന്നു ദേവതമാരാക്കി മാറ്റിടുവാൻ ദേവതമാരാക്കി മാറ്റിടുവാൻ സൽഗുണമെല്ലാം നിറച്ചു തന്നിടുന്ന സത്യയുഗത്തിൻ രചയിതാവേ സൽഗുണമെല്ലാം നിറച്ചു തന്നിടുന്ന സത്യയുഗത്തിൻ രചയിതാവേ ആത്മലോകത്തേക്കു ഞങ്ങളെ കൊണ്ടുപോയി സ്വർഗലോകത്തേക്കയക്കുന്നു നീ ആത്മലോകത്തേക്കു ഞങ്ങളെ കൊണ്ടുപോയി സ്വർഗലോകത്തേക്കയക്കുന്നു നീ ബ്രഹ്മാവിനെയും ജഗദംബയെയും നീ കൃഷ്ണനും രാധയും ആക്കിയിടുന്നു ബ്രഹ്മാവിനെയും ജഗദംബയെയും നീ കൃഷ്ണനും രാധയും ആക്കിയിടുന്നു ലക്ഷ്മി നാരായണരായവർ മാറുന്നു സ്വർഗലോകത്തെ ഭരിച്ചിടുന്നു
സ്വർഗലോകത്തെ ഭരിച്ചിടുന്നു. അജ്ഞാനമാകുന്ന കൂരിരുട്ടിൽ ഭൂമിയുറങ്ങി കിടന്നിടുമ്പോൾ, അജ്ഞാനമാകുന്ന കൂരിരുട്ടിൽ ഭൂമിയുറങ്ങി കിടന്നിടുമ്പോൾ, ജ്ഞാനസൂര്യനായി ബാബ അവതരിച്ചു ഗീതാജ്ഞാനത്താൽ ഉണർത്തിടുന്നു. ആ ദിനത്തെ